ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരമാണ് കാളിദാസ് ജയറാം. എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിലുള്ള ദേശീയ അവാർഡ് കാളിദാസ് നേടിയിരുന്നു. ബാലാജി തരണീധരൻ സംവിധാനം ചെയ്ത ഒരു പക്ക കഥൈ എന്ന ചിത്രത്തിലൂടെയാണ് കാളിദാസ് നായകനായി അരങ്ങേറിയത്. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത പൂമരത്തിൽ നായകനായി മലയാളത്തിലും അരങ്ങേറി. മലയാളത്തിലും തമിഴിലുമായി ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പിടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ താരത്തിന് സാധിച്ചു. ധനുഷ് സംവിധാനം ചെയ്യുന്ന രായനാണ് കാളിദാസിന്റെ പുതിയ ചിത്രം. ധനുഷിന്റെ 50ാമത് ചിത്രം കൂടിയാണ് രായൻ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ധനുഷിന്റെ സഹോദരന്റെ വേഷമാണ് കാളിദാസ് അവതരിപ്പിക്കുന്നത്. SJ സൂര്യ, സെൽവരാഘവൻ, പ്രകാശ് രാജ്, അപർണ ബാലമുരളി, തുഷാര വിജയൻ, സന്ദീപ് കിഷൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. കാളിദാസിന്റെ വേഷത്തിലേക്ക് തമിഴ് നടൻ വിഷ്ണു വിശാലിനെയായിരുന്നു പരിഗണിച്ചത്. താൻ ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായപ്പോൾ വിഷ്ണുവിനെ പോലെ ഒന്നും ചെയ്യേണ്ടെന്നും തനിക്ക് പറ്റുന്ന കാര്യം ചെയ്താൽ മതിയെന്നും ധനുഷ് പറഞ്ഞെന്നും കാളിദാസ് കൂട്ടിച്ചേർത്തു. രായന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സിനിമ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. രായനിലെ എൻ്റെ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് വിഷ്ണു വിശാലിനെയായിരുന്നു. ആ വാർത്ത പത്രത്തിൽ വായിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നീടാണ് ആ വേഷത്തിലേക്ക് എന്നെ പരിഗണിച്ചത്. എന്തുകൊണ്ട് വിഷ്ണു ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്നെനിക്കറിയില്ല. ഈ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ധനുഷ് സാർ എൻ്റെ അടുത്തു നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, നിനക്കെന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ചെയ്താൽ മതി, വേറെ ആരെയും അനുകരിക്കാൻ നോക്കണ്ട. അങ്ങനെ ചെയ്യാൻ നോക്കിയാൽ നിന്റെ പെർഫോമൻസ് ആരും ഓർക്കില്ല. അദ്ദേഹവുമായി വർക്ക് ചെയ്തപ്പോൾ വളരെ കംഫർട്ടായിരുന്നു. ധനുഷ് ഫാൻസിന് ആഘോഷിക്കാനുള്ള എല്ലാം രായനിൽ ഉണ്ടാകും, കാളിദാസ് പറഞ്ഞു.